വൈകിയാണെങ്കിലും നീതി ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ സദാനന്ദൻ മാസ്റ്റർ. CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരായ താക്കീത് തന്നെയാണ് കോടതി വിധി. ശാരീരികമായി തളർത്താൻ CPM-ന് സാധിച്ചെങ്കിലും മാനസികമായി തകർക്കാൻ സാധിച്ചിട്ടില്ല എന്നും സദാനന്ദൻ മാസ്റ്റർ ജനൻ TV-യോട് പറഞ്ഞു. കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ള തയ്യാറാക്കിയ റിപ്പോർട്ട്. ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ സദാനന്ദൻ മാഷെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിന്റെ വിധി 31 വർഷങ്ങൾക്ക് ശേഷം ഹൈക്കോടതി ശരിവച്ചിരിക്കുകയാണ്. ഈ നിമിഷത്തിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിന് സദാനന്ദൻ മാഷ് നമ്മോടൊപ്പം ചേരുന്നു. മാഷെ, എന്താണ് 31 വർഷങ്ങൾക്ക് ശേഷം ഹൈക്കോടതി ഈ ശിക്ഷ ശരിവയ്ക്കുന്നു? CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരായ ശക്തമായ തിരിച്ചടിയായി തന്നെയാണോ ഇതിനെ കാണുന്നത്? തീർച്ചയായിട്ടും അത് നീതി വൈകി എത്തിയാലും നീതി തന്നെയാണല്ലോ. പൊതുവെ ജസ്റ്റിസ് ഡിനയൽ ഈസ് ജസ്റ്റിസ് അങ്ങനെയൊരു പ്രയോഗമുണ്ടല്ലോ. ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്. വൈകി എത്തുന്ന നീതി നിഷേധത്തിന് തുല്യമാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത്രയും കാലം 30 വർഷക്കാലം എന്ന് പറയുന്നത് നീതിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് തന്നെയായിരുന്നു. എന്തായാലും ഈ ക്രൂരമായ ആക്രമണത്തിനെ പ്രതിരോധിക്കുന്ന തരത്തിൽ ആത്മവിശ്വാസം പകരാനുള്ളൊരു വിധി തന്നെയാണ് എന്നുള്ള നിലയ്ക്ക് കാത്തിരിക്കുകയായിരുന്നു. ഏതായാലും വൈകി എത്തിയാണെങ്കിലും അങ്ങനെ ഒരു ശിക്ഷ ശരിവെച്ചത് സ്വാഗതാർഹമായ കാര്യമാണ്. അപ്പോൾ ശാരീരികമായ മാഷെ കുറച്ച് തളർത്താൻ CPM-നെ കൊണ്ട് സാധിച്ചു, പക്ഷേ മാനസികമായി മാഷെ ഒട്ടും തളർത്താൻ സാധിച്ചില്ല എന്ന് തന്നെയല്ലേ ഈ ഒരു നിമിഷത്തിൽ പറയുന്നത്? തീർച്ചയായിട്ടും നമ്മളൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് പിന്തുടരാൻ മഹത്തായ ഒരു ആദർശമുണ്ട്. മാതൃകയാക്കാൻ അനേകം മഹാമനീഷികളായ കാര്യകർത്താക്കളുണ്ട്, പൂർവ്വസൂരികളുണ്ട്. നമ്മെ പ്രേരിപ്പിക്കുന്ന, നമുക്ക് ഉൾപ്രേരണയാകാൻ കഴിയുന്ന ഉജ്ജ്വലമായ ദർശനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആ പ്രഭയിൽ ഇത്തരം വ്യക്തിപരമായി വരുന്ന നമ്മുടെ പ്രയാസങ്ങൾ നമുക്ക് മറക്കാൻ സാധിക്കും. വളരെയധികം ആത്മവിശ്വാസത്തോടെ പ്രസ്ഥാനത്തിനായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. അതിൽ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ, ഇപ്പോൾ പ്രാദേശിക തലത്തിൽ പോലും നമ്മുടെ ഈ പ്രദേശത്തുള്ള എൻ്റെ ഈ സ്ഥലത്തുള്ള പ്രവർത്തകർ പോലും ഓരോ കാര്യങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ സഹായം മാഷക്ക് വേണ്ടതുണ്ടോ എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ സമീപനം അതെല്ലായിടങ്ങളിലും അതനുഭവിക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ദർശനത്തിൻ്റെ സാക്ഷാത്കാരമാണല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷേ ഈ 31 വർഷം കാത്തിരിപ്പ് എന്ന് പറയുന്നതിന് വലിയ നീണ്ടൊരു കാത്തിരിപ്പാണ്. മാത്രമല്ല ഈ ഒരു കാലയളവിൽ ഇവർ ഈ ശിക്ഷ അനുഭവിക്കേണ്ട സാഹചര്യം വന്നിട്ടേ ഇല്ല. പലപ്പോഴും ജാമ്യത്തിലൊക്കെ പുറത്താണ് ഈ പ്രതികൾ ഉണ്ടായിട്ടുള്ളത്. അപ്പം നീതി വൈകിയാണെങ്കിൽ ലഭിക്കുമെന്നൊരു പ്രതീക്ഷ നേരത്തെ ഉണ്ടായിരുന്നു. കാരണം അന്ന് പറഞ്ഞല്ലോ, ഈ കേസിൻ്റെ തുടക്കത്തിൽ തന്നെ കേസ് അട്ടിമറിക്കാനുള്ള പരിശ്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായിട്ടുണ്ട് എന്നൊരാരോപണം അന്നേ ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്ന സമയത്ത് വേണ്ടതുപോലെ ഇപ്പം കോടതിയുടെ അന്തിമ വിധിയുടെ വിധി പകർപ്പിൽ തന്നെ ജഡ്ജ് സൂചിപ്പിക്കുന്നുണ്ട്, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി സർക്കാർ വേണം അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അപ്പീൽ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. പക്ഷേ എന്നാലും നമുക്കറിയാം, കാരണം നമ്മൾ കോടതിയിൽ കൊടുത്ത സത്യസന്ധമായ മൊഴി, നമ്മുടെ നേരെ നടത്തിയ അക്രമകാരികൾ ആരൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ കൊടുത്ത മൊഴിയൊക്കെ കോടതി മുഖവിലക്കെടുക്കും എന്ന് തന്നെയായിരുന്നു വിശ്വാസം. തീർച്ചയായിട്ടും ആ നിലയ്ക്കുള്ള വിധി തന്നെയാണ് വരിക എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. മാഷ, ഇപ്പോൾ അത് മറ്റൊരു കാര്യം കൂടി, ഇപ്പോൾ ഇത്തരമൊരു സംഭവം ഉണ്ടായി, പലപ്പോഴും മാഷ ഈ CPM അക്രമത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷി എന്നുള്ള നിലയിൽ പലപ്പോഴും അവതരിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ പോലും ആ ഒരു ശ്രദ്ധ ലഭിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് മാഷെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പൊതുജനങ്ങളോട് വിളിച്ചു പറയുന്നൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം കൂടി എന്തായാലും അതെ, ദേശീയ തലത്തിൽ അത് മാത്രമല്ല, ഞാൻ മാത്രമല്ല, അനേകം ആളുകൾ കണ്ണൂർ ജില്ലയിൽ ഇപ്പോഴും നമുക്കറിയാം ജീവിക്കുന്ന ബലിദാനികൾ എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായി പറയുമെങ്കിലും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന അനേകരുണ്ട് കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ച്. അപ്പോൾ ഈ കാര്യം മോദിജിയുടെ ശ്രദ്ധയിൽ വന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. അദ്ദേഹം കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പ് കാലത്ത് വന്ന സമയത്ത് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ ഞാൻ വേദിയിലിരിക്കെ തന്നെ എന്നെ ഉയർത്തി കാണിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, പിന്നീട് തുടർച്ചയായി അക്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നതിനിടയിൽ സംഘത്തിൻ്റെ പ്രജ്ഞാപ്രവാഹിൻ്റെ ചുമതല വഹിക്കുന്ന നന്ദേട്ടൻ ഉൾപ്പെടെയുള്ള സംഘ കാര്യകർത്താക്കൾ മുൻകൈ എടുത്തുകൊണ്ട് റെട്രോസിറ്റി എന്നൊരു പ്രയോഗം തന്നെ രംഗത്ത് അവതരിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട അനേകം വിഷയങ്ങൾ
ഭാരതത്തിലെ മുഴുവൻ ജില്ലകളിലും ഒരു സെമിനാർ രൂപത്തിലൊക്കെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ CPM നടത്തുന്ന അസഹിഷ്ണുതാപരമായ ഫാസിസ്റ്റ് സമീപനത്തിൻ്റെതായ യഥാർത്ഥ മുഖം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു നിമിത്തമായി തീർന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ചാരിതാർത്ഥ്യജനകം തന്നെയാണ്. CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിനുള്ള ഒരു താക്കീതായി തന്നെ നമുക്ക് ഈ ഒരു വിധിയെ വിലയിരുത്താൻ പറ്റുമോ? തീർച്ചയായിട്ടും അക്രമ രാഷ്ട്രീയത്തിൻ്റെ താക്കീത് എന്ന് മാത്രമല്ല, ഞാൻ പലപ്പോഴും എൻ്റെ ഈ സ്ഥാനാർത്ഥിയൊക്കെയായി മത്സരിച്ച സന്ദർഭങ്ങളിൽ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ധാരാളം പേര് എന്നെ വന്ന് ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ അവരോട് പറഞ്ഞത്, മാർക്സിസ്റ്റ് അക്രമ രാഷ്ട്രീയത്തെ എങ്ങനെ പ്രതിരോധിക്കാനാണ് നിങ്ങളുടെ ആശയം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത്, ഏറ്റവും പ്രധാനം അവരുടെ മേലെ ഒരു സാമൂഹ്യ സമ്മർദ്ദം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല, അക്രമ രാഷ്ട്രീയം നിർത്തുക തന്നെ വേണം എന്നൊരു മാനസികമായ സമ്മർദ്ദത്തിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിക്കാവുന്ന തരത്തിലുള്ള ഒരു സാമൂഹ്യ പശ്ചാത്തലം ഉണ്ടാകണം. അതിന് തന്നെയാണ് എൻ്റെ പ്രസ്ഥാനം നാളെ ഇതുവരെയും ശ്രമിച്ചത്. അത് സമാധാന യോഗങ്ങളിലാവട്ടെ, വിശദീകരണ യോഗങ്ങളിലാവട്ടെ, CPIM-നെ നിർബന്ധിതമാക്കുക അക്രമ രാഷ്ട്രീയം നിർത്താൻ വേണ്ടി. അവർ നിർത്തി. ഇപ്പോൾ തൃശ്ശൂർ സമ്മേളനത്തിൽ എപ്പോഴും പറയാറുണ്ടല്ലോ, തൃശ്ശൂർ സമ്മേളനത്തിൽ ഞങ്ങൾ അക്രമ രാഷ്ട്രീയത്തോട് വിട പറഞ്ഞു. എന്തുകൊണ്ടാണ്? ഈ പറയുന്ന തരത്തിൽ ഞങ്ങൾ സഹിച്ചുകൊണ്ടുണ്ടാക്കിയെടുത്ത സാമൂഹ്യ സമ്മർദ്ദത്തിൻ്റെ അതിൽ നിന്ന് അവർക്ക് മോചിതരാവാൻ കഴിഞ്ഞില്ല. നിർത്തിയേ തീരൂ എന്നൊരു അവസ്ഥയിലേക്ക് അവരെ എത്തിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിൻ്റെ 100% അതിന് പശ്ചാത്തലമൊരുക്കിയത് സംഘപ്രസ്ഥാനങ്ങളാണ്. ഇതിലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ തന്നെ ഈ 30 വർഷത്തിന് ശേഷം ലഭിച്ചത് വൈകിയാണെങ്കിലും നീതി തന്നെയാണ് എന്ന് സദാനന്ദൻ മാസ്റ്റർ പറയുന്നു. മാത്രമല്ല, ശാരീരികമായി മാത്രമേ തളർത്താൻ സാധിച്ചുള്ളൂ, മാനസികമായി തന്നെ ഒട്ടും തളർത്താൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. കെ സുബിത്തിനൊപ്പം മിഥുൻ പിള്ള, ജനം, കണ്ണൂർ.